നമ്മൾ സയൻസ് സംസാരിക്കുമ്പോൾ പലപ്പോഴും കേൾക്കാറുള്ളൊരു പ്രയോഗമുണ്ട്. ശാസ്ത്രലോകം കണ്ടെത്തി, അല്ലെങ്കിൽ ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെട്ടു, ശാസ്ത്രജ്ഞർ ഇന്ന കാര്യം ഇന്ന സമയത്ത് കണ്ടെത്തി, സയൻറ്റിഫിക്കലി പ്രൂവൺ, ഇങ്ങനെയുള്ള പല പ്രയോഗങ്ങളും. പലപ്പോഴും ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്ന കൂട്ടത്തിൽ മിസ്സായി പോകുന്നൊരു കാര്യമുണ്ട്. ശരിക്കും ഈ ശാസ്ത്രജ്ഞരാരാണ്? ശാസ്ത്രജ്ഞർ എവിടെയാണുള്ളത്? അല്ലെങ്കിൽ അവരെന്താണ് ശരിക്കും ചെയ്യുന്നത്? എങ്ങനെയാണ് ഇവർ ഈ ശാസ്ത്രജ്ഞർ ശാസ്ത്രീയമായിട്ട് കാര്യങ്ങൾ കണ്ടെത്തുന്നത്? അതെങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് കണ്ടെത്തിയെന്ന് മറ്റുള്ളവർ സമ്മതിച്ചു കൊടുക്കുന്നത്? ഇതിനെക്കുറിച്ച് പലപ്പോഴും നമുക്കൊരു വ്യക്തത ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പല കാര്യങ്ങളും ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ ശാസ്ത്രമാണ് എന്ന മട്ടിൽ നമ്മുടെ മുമ്പിലൂടെ പാസ്സായി പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ശാസ്ത്രജ്ഞരെങ്ങനെ ഉണ്ടാകുന്നു, ശാസ്ത്രജ്ഞരുടെ ശാസ്ത്ര കണ്ടുപിടുത്തം എങ്ങനെ ഉണ്ടാകുന്നു എന്നീ കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം നമുക്ക് ശാസ്ത്രജ്ഞരുണ്ടാകുന്ന പ്രക്രിയയെക്കുറിച്ച് മനസ്സിലാക്കാം. എല്ലാ തൊഴിൽ മേഖലയിലുമുള്ള എല്ലാ എക്സ്പെർട്ടുകളെയും പോലെ ശാസ്ത്രജ്ഞരും തുടങ്ങുന്നത് നമ്മളെയൊക്കെ പോലെ സ്കൂളിൽ പഠിച്ചാണ്. സ്കൂളിൽ നമ്മൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. നമുക്ക് പൊതുവിദ്യാഭ്യാസം എന്നാണല്ലോ നമ്മുടെ നാട്ടിൽ തന്നെ വിളിക്കുന്നത്, ജനറൽ എഡ്യൂക്കേഷൻ. നമ്മളെല്ലാ വിഷയങ്ങളും അല്പം പഠിക്കും. ഭാഷകൾ പഠിക്കും, മാത്തമാറ്റിക്സ് പഠിക്കും, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പോലുള്ള നാച്ചുറൽ സയൻസസ് പഠിക്കും, സോഷ്യൽ സയൻസസ് പഠിക്കും, അങ്ങനെ പല കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്റ്റേജിൽ ഈ പഠിക്കുന്ന കാര്യങ്ങളിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തും. അപ്പോൾ നമ്മുടെ നാട്ടിൽ പ്ലസ് ടുവിലായിരിക്കും സംഭവിക്കുന്നത്. എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത് നിർത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിക്കും. അപ്പോൾ പ്ലസ് ടുവിന് എത്തുമ്പോൾ നമ്മളൊന്നെങ്കിൽ ബയോളജി സയൻസ് എന്നോ കമ്പ്യൂട്ടർ സയൻസ് എന്നോ ഹ്യൂമാനിറ്റീസ് എന്നോ ഒക്കെ പറയുന്ന ഒരു പ്രത്യേക മേഖലയിലേക്ക് ഫോക്കസ് തിരിക്കും. അതുവരെ പഠിച്ച കാര്യങ്ങളൊന്നും ഇനി ആവശ്യമില്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് ആ പഠിച്ച കാര്യങ്ങൾ ആ ലെവലിൽ മനസ്സിലാക്കിയാൽ മതി. ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ പിന്നെയും സ്പെഷ്യലൈസ്ഡ് ഏരിയയിലേക്ക് പോകും. ഇപ്പോൾ ചില ആളുകൾ പ്രൊഫഷണൽ എഡ്യൂക്കേഷനിലേക്ക് തിരിഞ്ഞു പോയെന്നിരിക്കും. മെഡിസിനോ അല്ലെങ്കിൽ നഴ്സിങ്ങോ അങ്ങനെ എന്തെങ്കിലും പ്രൊഫഷണൽ മേഖലയിലേക്ക് പോകും. വേറെ കുറച്ച് ആളുകൾ ഫണ്ടമെൻ്റൽ വിഷയത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കും. ഇപ്പോൾ ഒരാൾ ഫിസിക്സ് മുന്നോട്ട് പഠിക്കാൻ തീരുമാനിച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ അങ്ങനെയാണെന്ന് അയാൾക്ക് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത്. അപ്പോഴും അയാൾ കുറച്ച് കെമിസ്ട്രിയും മാത്തമാറ്റിക്സും പോലുള്ള വിഷയങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കുറച്ചുകൂടി കഴിയുമ്പോൾ അയാൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലേക്ക് പോകുമ്പോൾ പിന്നെയും ഫിസിക്സിൽ തന്നെ പല സ്പെഷ്യലൈസേഷൻ, സ്പേസ് സയൻസ് എന്നോ നാനോ സയൻസ് എന്നൊക്കെ പറയുന്ന പലതരം സ്പെഷ്യലൈസേഷനിലേക്ക് അയാൾ പിന്നെയും സ്വന്തം പഠന മേഖലയെ ചുരുക്കും. അപ്പോൾ അങ്ങനെ സാധാരണഗതിയിൽ ഇത് പല സ്ഥലങ്ങളിലും അതത് സ്ഥലങ്ങളിൽ നിലനിൽക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിനനുസരിച്ചിട്ട് ഈ ഘട്ടങ്ങളുടെ ഡിവിഷനിലൊക്കെ വ്യത്യാസം ഉണ്ടാകും. ഇപ്പോൾ നമ്മുടെ നാട്ടിലറിയാമല്ലോ, 10 പിന്നെ 2 പിന്നെ 3 അങ്ങനെയാണ് ഈ ഡിവിഷൻ പോകുന്നത്. ചില ഇടങ്ങളിൽ അങ്ങനെ ആയിരിക്കണം എന്നില്ല. ഇതൊരു ജനറൽ ഗൈഡ് ലൈനാണ് ഈ പറയുന്നത്. എന്തായാലും ഈ പറയുന്നത് പോലെ നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളുടെ ഡെപ്ത് കൂടുകയും അവയുടെ ബ്രെഡ്ത്ത്, അവയുടെ ആഴം കൂട്ടുമ്പോൾ പരപ്പ് കുറയുക എന്ന് പറയുന്നൊരവസ്ഥയാണ് പൊതുവിൽ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ട്രാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിൽ നമ്മുടെ നാട്ടിലൊരു സ്റ്റൈൽ വെച്ച് പറഞ്ഞാൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ പഠിക്കുന്നത് നിർത്തി പുതിയ അറിവുകൾ ഉണ്ടാക്കുക എന്ന പ്രക്രിയയിലേക്ക് കടക്കാൻ തുടങ്ങും. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ സയൻറ്റിസ്റ്റ്, ശാസ്ത്രജ്ഞനോ എന്ന സയൻറ്റിസ്റ്റ് ആകുക എന്ന് പറയുന്ന പ്രക്രിയയിലേക്ക് കടക്കാൻ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു രീതി വെച്ചിട്ട് ചിലപ്പോൾ ഒരു PhD ഫെലോഷിപ്പോട് കൂടി ഒരാൾ ഗവേഷണത്തിലേക്ക് കടക്കും. അപ്പോൾ ഗവേഷണത്തിലേക്ക് കടക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നിങ്ങൾ അറിവിൻ്റെ കൺസ്യൂമർ ആയിരിക്കുക എന്ന് പറയുന്ന അവസ്ഥ മാറിയിട്ട് അറിവിൻ്റെ പ്രൊഡ്യൂസറായി മാറുകയാണ് അവിടെ സംഭവിക്കുന്നത്. അവിടെ വെറുതെ വായുവിൽ നിന്നും നിങ്ങൾക്കൊന്നും കണ്ടെത്താൻ പറ്റില്ല. ആദ്യം നിങ്ങൾക്ക് കണ്ടെത്താൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിഹരിക്കേണ്ട ഒരു പ്രശ്നം നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ നിലവിലുള്ള അറിവിലെ ഒരു ഗ്യാപ്പ് കണ്ടെത്തണം. അപ്പോൾ അതിനാദ്യം നമ്മുടെ ഒരു PhD ചെയ്യുന്ന ഒരു ശാസ്ത്രജ്ഞ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം ചെയ്യുന്നത് ഒരു ലിറ്ററേച്ചർ റിവ്യൂ ആണ്. ലിറ്ററേച്ചർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പൊതു സാഹിത്യമല്ല, ആ വിഷയത്തിൽ അയാൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള ആ വിഷയത്തിലെ ശാസ്ത്ര കണ്ടെത്തലുകളുടെ സാഹിത്യം, ജേണലുകൾ എന്ന രൂപത്തിലും സയൻസ് ന്യൂസ് പോർട്ടലുകൾ എന്ന രൂപത്തിലുമൊക്കെ വരുന്ന വാർത്തകളും ഗവേഷണ പ്രബന്ധങ്ങളും ഒക്കെ വായിച്ചിട്ട് ഒരു മേഖലയെ കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതിൽ നിലവിൽ ഉത്തരം കണ്ടെത്തിയിട്ടില്ലാത്ത ചില പ്രശ്നങ്ങൾ അയാൾക്ക് കണ്ടെത്താൻ പറ്റും. അതിലേതെങ്കിലും ഒരു പ്രശ്നം അയാൾ സ്വന്തം പ്രശ്നമായിട്ട് മാറ്റുന്നു. അതിനുശേഷം അയാൾ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തും. അവിടെയാണ് ഗവേഷണം എന്ന് പറയുന്ന പ്രക്രിയ ആക്റ്റീവായിട്ട് നടക്കുന്നത്. ഈ ഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോഴേക്കും നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതിന് ട്യൂഷൻ ഫീസ് എന്ന രീതിയിൽ നമ്മൾ പൈസ കൊടുത്തായിരിക്കും പഠിക്കുന്നത്. ലോകത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും നമ്മൾ PhD ലെവലിലേക്കൊക്കെ എത്തുമ്പോൾ നമ്മൾ പിന്നെ പൈസ കൊടുക്കുന്ന നിർത്തി നമ്മൾ
ഈ അറിവിൻ്റെ മേഖലയിലേക്ക് നൽകാൻ പോകുന്ന സംഭാവനയുടെ സാധ്യത മുന്നിൽ കണ്ട് സ്റ്റൈപ്പൻഡ് എന്ന രൂപത്തിലോ സ്കോളർഷിപ്പ് എന്ന രൂപത്തിലോ ഒക്കെ വിദ്യാർത്ഥികൾക്ക് ഇങ്ങോട്ട് പൈസ ലഭിക്കുന്ന ഒരു ഘട്ടത്തിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ PhD എന്ന് പറയുന്ന ഡോക്ടർ ഓഫ് ഫിലോസഫി എന്ന് പറയുന്ന ആ ഡിഗ്രിയാണ് ഇതിൻ്റെ ആദ്യ ഘട്ടം. ഇതൊരു അപ്രൻറ്റിസ്ഷിപ്പായിട്ട് കണക്കാക്കണം. ശാസ്ത്രജ്ഞനാകുന്നതിൻ്റെ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റ് ആകുന്നതിൻ്റെ ആദ്യത്തെ ഒരു അപ്രൻറ്റിസ്ഷിപ്പായിട്ട് വേണം ഈ PhD കണക്കാക്കാൻ. അപ്പോൾ അവിടെ അയാൾ കണ്ടെത്തിയ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അറിവിലുണ്ടായിരുന്ന ഒരു ഗ്യാപ്പ് അയാൾ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുന്നു, അയാളുടേതായ ഒരു കോൺട്രിബ്യൂഷൻ അതിലേക്ക് നടത്തുന്നു. അത് പലതരത്തിലുള്ള ഗവേഷണ പ്രബന്ധങ്ങളുടെ രൂപത്തിലായിരിക്കും നടത്തുന്നത്. അത് അവസാനം ഒരു തീസിസായിട്ട് മാറും. അപ്പോൾ ഈ തീസിസ് അയാൾക്ക് ഡിഗ്രി നൽകുന്ന ആ വിദ്യാഭ്യാസ സ്ഥാപനം, അതൊരു ഗവേഷണ സ്ഥാപനമാകാം, ഒരു യൂണിവേഴ്സിറ്റി ആകാം, അങ്ങനെ പലതും ആകാം, അവിടേക്ക് അയാൾ സബ്മിറ്റ് ചെയ്യുന്നു. മിക്കവാറും എല്ലായിടങ്ങളിലും ഇത് പിന്നീട് എക്സ്പെർട്ടീസ് ഉള്ള ആളുകളുടെ, ഈ വിഷയത്തിൽ എക്സ്പെർട്ടീസ് ഉള്ള ആളുകളുടെ മുമ്പിൽ അയാൾക്ക് ഈ തീസിസ് ഡിഫെൻഡ് ചെയ്യേണ്ടി വരും. പൊതുവിൽ അതിനെ ഓപ്പൺ ഡിഫെൻസ് എന്നാണ് വിളിക്കാറ്. അതായത് ഈ എഴുതിയ തീസിസ് രൂപത്തിൽ വെറുതെ യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കുന്നതിനപ്പുറം ലൈവായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ, ഈ വിഷയം അറിയാവുന്നവരുടെ മുമ്പിൽ അത് അവതരിപ്പിക്കുകയും അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും ഒക്കെ ചെയ്യുന്നതിലൂടെയാണ് ഈ ഡിഫെൻസ് എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നത്. അതിനുശേഷം എക്സ്പേർട്സിൻ്റെ ഒരു കമ്മിറ്റി അയാൾക്ക് PhD ഡിഗ്രി അവാർഡ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞതുപോലെ അവിടെ അയാൾ ഒരു ഡോക്ടറേറ്റ് നേടിയ ആളായിട്ട് മാറുക മാത്രമേ ചെയ്യുന്നുള്ളൂ. PhD എന്ന് പറയുന്നത് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന ഒരു നിലവാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു അപ്രൻറ്റിസ്ഷിപ്പ് മാത്രമേ ആകുന്നുള്ളൂ. മിക്കപ്പോഴും ഇതിന് ശേഷം പിന്നെ ചെയ്യാൻ പോകുന്നത് കുറച്ചുകൂടി പ്രൊഫഷണൽ ട്രെയിനിങ്ങിലേക്ക് അയാൾ പോകും. മിക്കവാറും പോസ്റ്റ് ഡോക് പൊസിഷൻ, പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് എന്ന രീതിയിൽ PhD എടുത്ത ആളുകൾക്ക് കുറച്ചുകൂടി ആഴത്തിലുള്ള ഗവേഷണത്തിനും കുറച്ചുകൂടി വിശാലമായിട്ടുള്ള എക്സ്പോഷറും ഒക്കെ ലഭിക്കുന്നത് ഈ പോസ്റ്റ് ഡോക്കിലൂടെയാണ്. ഇപ്പോൾ ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പോസ്റ്റ് ഡോക്ക് ചെയ്യുന്നുണ്ടാകും. ഇങ്ങനെ അപ്പോഴേക്കും അയാളുടെ 20കളുടെ അവസാനമോ 30കളുടെ പകുതിയോ ഒക്കെ എത്തിയിട്ടുണ്ടാവും പ്രായം. അപ്പോൾ PhD എടുക്കുന്നു, അതിനുശേഷം പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് എന്ന രീതിയിൽ ഈ റിസർച്ച് സൂപ്പർവൈസറുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അത്തരത്തിലുള്ളൊരു മേൽനോട്ടം ഇല്ലാതെ തന്നെ തനിക്ക് ഗവേഷണം ചെയ്യാൻ പറ്റും എന്ന് അയാൾ തെളിയിക്കുന്നു. അതിനുശേഷം അയാൾ എവിടെയെങ്കിലും മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഇൻഡിപെൻഡൻ്റ് സയൻറ്റിസ്റ്റായിട്ട് മാറുമ്പോഴാണ് ഈ പറഞ്ഞ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത്. അപ്പോഴേക്കും അയാളുടെ കീഴിൽ ചിലപ്പോൾ പുതിയ PhD സ്റ്റുഡൻസ് റിസർച്ച് ചെയ്യുന്നുണ്ടാവും, അയാളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് മറ്റ് പോസ്റ്റ് ഡോക്ടറൽ റിസർച്ചേഴ്സ് റിസർച്ച് ചെയ്യുന്നുണ്ടാവും. ഈ പ്രോസസ്സ് ചുരുക്കി പറഞ്ഞാൽ കുറച്ച് നീളമുള്ള, കുറച്ച് സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നിലവിൽ ഉള്ള അറിവിലെ ഗ്യാപ്പുകൾ പരിഹരിക്കുക, അല്ലെങ്കിൽ അറിവ് പുതുതായി നിർമ്മിക്കുക എന്ന് പറയുന്ന ഒരു ജോലിയാണ് ഒരു സയൻറ്റിസ്റ്റ് ആത്യന്തികമായിട്ട് ചെയ്യുന്നത്. ഇതിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിസർച്ച് 2 തരത്തിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഒന്നിനെ നമ്മൾ ഫണ്ടമെൻ്റൽ റിസർച്ച് എന്നും മറ്റൊന്നിനെ അപ്ലൈഡ് റിസർച്ച് എന്നുമാണ് വിളിക്കുന്നത്. ഇത് രണ്ടിനും 2 തരം ലക്ഷ്യങ്ങളുള്ള ഗവേഷണങ്ങളാണ്. ഇപ്പോൾ ഫണ്ടമെൻ്റൽ റിസർച്ചിൻ്റെ ബേസിക് പർപ്പസ് എന്ന് പറയുന്നത് ക്യൂരിയോസിറ്റിയാണ്. ഒരു പ്രത്യേക കാര്യം എങ്ങനെ നടക്കുന്നു, അല്ലെങ്കിൽ പ്രകൃതിയിൽ ഒരു പ്രത്യേക ചോദ്യത്തിന് ഉത്തരം എന്താണ്, അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള പരസ്പര ബന്ധം എന്താണ്, ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താനുള്ള ഗവേഷണങ്ങളെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ റിസർച്ച് എന്ന് വിളിക്കുന്നത്. എന്നാൽ അപ്ലൈഡ് റിസർച്ച് അങ്ങനെയല്ല. അപ്ലൈഡ് റിസർച്ച് ഒരു മുമ്പിലുള്ളൊരു ഇമ്മീഡിയറ്റ് പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. അതായത് ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ളൊരു പുതിയ രീതി വികസിപ്പിക്കുക. ഉദാഹരണത്തിന് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി കൂട്ടുന്നതിനുള്ള, കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ള, എന്നാൽ കൂടി ഊർജ്ജം കുറച്ച് മാത്രം ചിലവാക്കുന്ന ഒരു മൊബൈൽ ഫോൺ ഡിസ്പ്ലേ ഉണ്ടാക്കുക എന്നുള്ളൊരു ആവശ്യം ഒരു മൊബൈൽ ഫോൺ മാനുഫാക്ചറിങ് കമ്പനിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ പ്രത്യേക ലക്ഷ്യത്തെ മുന്നിൽ കണ്ട് നടത്തുന്ന ഒരു അപ്ലൈഡ് റിസർച്ചിലായിരിക്കും. അതായത് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്ന ചോദ്യമെങ്കിൽ അത് ഒരു ഫണ്ടമെൻ്റൽ റിസർച്ച് ആയിരിക്കും. നേരെ മറിച്ച് ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ആ ചോദ്യമെങ്കിൽ അത് അപ്ലൈഡ് റിസർച്ച് ആയിരിക്കും എന്ന് വേണം കരുതാൻ. ഇതിന് രണ്ടിനും 2 തരം ഇമ്പാക്റ്റാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഫണ്ടമെൻ്റൽ സയൻസിലെ റിസർച്ചിലുള്ള ഇമ്പാക്റ്റ് കുറച്ച് സമയമെടുത്ത് മാത്രമായിരിക്കും പലപ്പോഴും ഉണ്ടാകുന്നത്. എന്നാൽ അപ്ലൈഡ് റിസർച്ചിൻ്റെ ഇമ്പാക്റ്റ് ഇമ്മീഡിയറ്റ് ആയിരിക്കും. ആ ഒരു പ്രശ്നം പരിഹരിക്കാനാണ് നമ്മൾ ഗവേഷണം ചെയ്യുന്നത്. ആ പ്രശ്നം പരിഹരിക്കുന്നതോടുകൂടി നമ്മുടെ മുമ്പിൽ തന്നെ പ്രശ്നപരിഹാരം എന്ന് പറയുന്ന റിസൾട്ട് ഉണ്ടായിക്കഴിഞ്ഞു. പക്ഷേ ഫണ്ടമെൻ്റൽ സയൻസ് അങ്ങനെയല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രകാശത്തിൻ്റെ സ്വഭാവം എന്താണ്, ഇതാണ് അറിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഒരുപാട് കാലമെടുത്ത് മാത്രമായിരിക്കും പ്രകാശത്തിൻ്റെ സ്വഭാവം അറിഞ്ഞതുകൊണ്ടുള്ള ഗുണം നമുക്കുണ്ടാകുന്നത്. ഇപ്പോൾ പ്രകാശം ഒരു വൈദ്യുത കാന്തിക തരംഗമാണ് എന്ന് 1800കളുടെ മധ്യത്തിലാണ് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ തെളിയിക്കുന്നത്.
എന്നാൽ വൈദ്യുതകാന്തിക തരംഗങ്ങളിൽ സന്ദേശം ആലേഖനം ചെയ്ത് വയർലെസ് കമ്മ്യൂണിക്കേഷൻ സാധ്യമാകും എന്ന രീതിയിലേക്ക് അതൊരു പ്രോഡക്റ്റിലേക്ക് എത്തുന്നത് പിന്നെയും ഒരുപാട് വർഷം കഴിഞ്ഞിട്ടാണ്. ഒരുപക്ഷെ വൈദ്യുതകാന്തിക തരംഗങ്ങൾ ആദ്യമായിട്ട് കണ്ടുപിടിക്കപ്പെടുമ്പോൾ അതിന് ഇങ്ങനൊരു ആപ്ലിക്കേഷൻ ഉണ്ടാകുമെന്ന് അന്ന് ആരും ഒരുപക്ഷെ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു പൊതുജനത്തിന് മുമ്പിൽ ഞാൻ ഇങ്ങനെ ഒരു പ്രകാശത്തിൻ്റെ സ്വഭാവം കണ്ടെത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് തങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ട് എന്ന് ആ പബ്ലിക്കിന് തോന്നിക്കോളണം എന്നുമില്ല. പൊതുവിൽ സത്യമാണോ എന്ന് വെരിഫൈ ചെയ്തിട്ടില്ലാത്തൊരു കഥയുണ്ട്. മൈക്കൽ ഫാരഡെ ആദ്യമായിട്ട് ഡൈനാമോ ഉണ്ടാക്കി, അതായത് AC വൈദ്യുതി ജനറേറ്റ് ചെയ്യുന്നൊരു മെഷീൻ ഉണ്ടാക്കി കാണിച്ചപ്പോൾ അവിടുത്തെ ഒരു പൊളിറ്റീഷ്യൻ ചോദിച്ചു അത്രേ, ഇതുകൊണ്ട് മനുഷ്യർക്ക് എന്താണ് ഗുണമെന്ന്. ഇപ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, വൈദ്യുതി ഇല്ലാതെ ഒരു ജീവിതം ഇന്ന് ലോകത്ത് ആർക്കും സാധ്യമല്ല. പക്ഷേ വൈദ്യുതി ഉണ്ടാക്കാനുള്ള ആദ്യത്തെ ഡൈനാമോ ഉണ്ടാക്കിയ ആളിന് അത്ര ഉറപ്പുണ്ടായിരുന്നില്ല, ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ അത്ര ഉറപ്പുണ്ടായിരുന്നില്ല ഇതിൻ്റെ ഗുണം എന്താണ് എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇന്ന് കാണുന്നത് ലോകത്തിലെ പല സ്ഥലങ്ങളിലുമുള്ള പൊളിറ്റീഷ്യൻസിൻ്റെ ട്രെൻഡ്. കാരണം പൊളിറ്റീഷ്യൻസാണ് ലോകക്രമം തീരുമാനിക്കുന്നത്. അവരാണ് ഒരു രാജ്യത്തിൽ ഗവേഷണം നടക്കണമോ വേണ്ടയോ, സയൻസ് വേണമോ വേണ്ടയോ എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. ലോകത്തിലെ പല രാജ്യങ്ങളും ഇന്ന് ഷിഫ്റ്റ് ചെയ്ത് പോകുന്നത് ഈ അപ്ലൈഡ് റിസർച്ചിലേക്കാണ്. അതായത് ഇമ്മീഡിയറ്റ് പ്രോഡക്റ്റ് ഉണ്ടാവണം, ഇപ്പോൾ റിസൾട്ട് ഉണ്ടാകുന്ന രീതിയിലുള്ള ഗവേഷണങ്ങൾക്കാണ് ഇപ്പോൾ പലപ്പോഴും ഫണ്ടിങ് കിട്ടുന്നത്. ഫണ്ടിങ്ങിലേക്കാണ് നമ്മൾ വരുന്നത്. എന്നാൽ ഫണ്ടമെൻ്റൽ സയൻസിലുള്ള റിസർച്ചിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നൊരു തെറ്റിദ്ധാരണ പലപ്പോഴും പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാകും. കാരണം ഈ പറഞ്ഞതുപോലെ ലൈറ്റിൻ്റെ സ്വഭാവം എന്താണെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയതുകൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനമെന്ന് ഒരു സാധാരണക്കാരൻ ഒരുപക്ഷെ അത്ഭുതപ്പെട്ടേക്കാം, അല്ലെങ്കിൽ അയാൾ അത് സംശയത്തോടെ ആയിരിക്കും കാണുന്നത്. പക്ഷേ ശാസ്ത്ര ചരിത്രം നമ്മളോട് പറയുന്നത് അങ്ങനെയല്ല. ഇപ്പോൾ നിങ്ങൾ മെഴുകുതിരി എന്ന് പറയുന്നത് ഒരു കാലത്ത് മനുഷ്യന് കൃത്രിമ പ്രകാശം ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമായിരുന്നു. പക്ഷേ മെഴുകുതിരിയുടെ വെളിച്ചം കൂട്ടാനുള്ള എത്ര ഗവേഷണം നിങ്ങൾ നടത്തിയാലും, അത് നൂറ്റാണ്ടുകളോളം ഗവേഷണം നടത്തിയാലും നിങ്ങൾക്ക് LED ബൾബ് കണ്ടെത്താൻ പറ്റില്ല. LED കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഫണ്ടമെൻ്റൽ സയൻസിൽ ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗവേഷണ ഫലങ്ങൾ തന്നെ നമുക്ക് വേണം. അപ്പോൾ ഇമ്മീഡിയറ്റ് റിസൾട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഫണ്ടമെൻ്റൽ റിസർച്ച് ഇല്ലാതെ അപ്ലൈഡ് റിസർച്ച് ഇല്ല. നിങ്ങൾ മൊബൈൽ ഫോൺ ഉണ്ടാക്കാൻ സാധിച്ചാലല്ലേ മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ നിലവാരം എങ്ങനെ കൂട്ടാമെന്ന റിസർച്ചിന് അർത്ഥമുള്ളൂ. അപ്പോൾ രണ്ടും വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഒരാൾ എങ്ങനെയാണ് ഒരു സയൻറ്റിസ്റ്റായിട്ട് മാറുന്നത് എന്നുള്ളൊരു ടൈം ലൈൻ പറഞ്ഞപ്പോൾ പലപ്പോഴും എന്താണ് ഒരു സയൻറ്റിസ്റ്റ് എന്നത്, അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റ് എങ്ങനെ ഇരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ആളുകളുടെ മനസ്സിലുള്ളൊരു ധാരണയായിട്ട് അത്ര പൊരുത്തപ്പെട്ടുകൊള്ളണമെന്നില്ല. ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പഠിക്കുന്ന തോമസ് ആൽവ എഡിസൺ, ആൽബർട്ട് ഐൻസ്റ്റൈൻ, ഐസക് ന്യൂട്ടൺ, മൈക്കൽ ഫാരഡെ, ഹംഫ്രി ഡേവി, ഇങ്ങനെ കുറേ ശാസ്ത്രജ്ഞരുടെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവരൊക്കെ പലതും കണ്ടെത്തിയതായിട്ടൊക്കെയാണ് നമ്മൾ സ്കൂളിൽ അവതരിപ്പിക്കുന്നത്. പക്ഷേ ആ ശാസ്ത്രജ്ഞർ എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് കിട്ടുന്നൊരു പിക്ചർ ഇന്നത്തെ ഒരു മോഡേൺ വേൾഡിലെ, നമ്മുടെ ഇന്നത്തെ ആധുനിക ലോകത്തെ ഒരു സയൻറ്റിസ്റ്റുമായിട്ട് അത്ര മാച്ചായി പോകുന്നതല്ല. കാരണം രണ്ടും രണ്ട് സാഹചര്യങ്ങളാണ്. ഇത്രയും കാലം കൊണ്ട് നമ്മുടെ ശാസ്ത്ര ഗവേഷണത്തിൻ്റെ സ്വഭാവം വല്ലാതെ മാറിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ എനിക്ക് ഇപ്പോഴും വ്യക്തിപരമായിട്ട് ഓർമ്മയുള്ളൊരു കാര്യം, ലണ്ടനിൽ മൈക്കൽ ഫാരഡെ പ്രവർത്തിച്ചിരുന്ന ലാബ് കാണാനൊരു അവസരം ഉണ്ടായി. അപ്പോൾ അന്ന് കണ്ടപ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിച്ചത്, ഞാനൊരു കോളേജ് അധ്യാപകനാണ്. എൻ്റെ കോളേജിൽ ഡിഗ്രി വിദ്യാർത്ഥികൾ അവരുടെ പ്രാക്ടിക്കൽ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാബിൻ്റെ അത്ര പോലും വലിപ്പമില്ലാത്തൊരു ലാബാണ് മൈക്കൽ ഫാരഡയുടെ ലാബ്. ഈ ലാബിൽ, എൻ്റെ കോളേജിലെ ലാബിലിരിക്കുന്ന ഉപകരണങ്ങളുടെ അത്ര പോലും സോഫിസ്റ്റിക്കേഷൻ ഇല്ലാത്ത വളരെ ക്രൂഡായിട്ടുള്ള പല ഉപകരണങ്ങളുമാണ് മൈക്കൽ ഫാരഡയുടെ ലാബിലിരിക്കുന്നത്. പക്ഷേ മൈക്കൽ ഫാരഡെ എന്ന് പറയുന്നത് വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന, ലോകത്ത് സയൻസ് നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മൾ ആവർത്തിച്ച് പറയാൻ പോകുന്നൊരു പേരാണ്. അപ്പോൾ എന്താണ് അവിടെ വ്യത്യാസം? വ്യത്യാസം എന്ന് പറയുന്നത്, അന്ന് കുറച്ച് ചെമ്പ് കമ്പിയും വയറും മാഗ്നറ്റും ഒക്കെ വച്ച് കണ്ടുപിടിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാത്തതായിട്ടുണ്ടായിരുന്നു. അതെല്ലാം മൈക്കൽ ഫാരഡെ ആ കാലഘട്ടത്തിൽ തന്നെ കണ്ടെത്തി. ഇനി അത്തരത്തിലുള്ള വളരെ ഫണ്ടമെൻ്റലായിട്ട് പെട്ടെന്ന് കണ്ടെത്താവുന്ന അറിവുകളൊന്നും ഇനി കണ്ടെത്തേണ്ടതില്ല. അതെല്ലാം നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇന്നത്തെ ഗവേഷണങ്ങൾ വല്ലാതെ സ്പെഷ്യലൈസ്ഡ് ആണ്, ഹൈപ്പർ സ്പെഷ്യലൈസേഷനാണ് ഇന്നത്തെ ഗവേഷണങ്ങളുടെ പ്രത്യേകത. അതായത് ഇന്നങ്ങനെ ബയോളജിയിൽ റിസർച്ച് ചെയ്യുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇന്നത്തെ ആൾക്കാർ ബയോളജിയിൽ ചെയ്യുന്നു എന്ന് പറയുന്ന റിസർച്ച് ഏതെങ്കിലും ഒരു പ്രത്യേക ബാക്ടീരിയയുടെ സെൽ മെംബ്രെയിനിൽ ഏതെങ്കിലും ഒരു പ്രോട്ടീൻ എങ്ങനെയാണ് ഫോൾഡ് ചെയ്യപ്പെടുന്നത്, ഈ ചോദ്യമായിരിക്കും ചിലപ്പോൾ അവർ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. കാരണം അത്രയധികം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മേഖലകളിലാണ് ഇന്ന് ലോകത്ത് ഗവേഷണം നടക്കുന്നത്. പണ്ട് അങ്ങനല്ല. ഇപ്പോൾ വാതകങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതോ, ഒരു പ്രത്യേക ഗ്രഹങ്ങൾ തമ്മിൽ എങ്ങനെ ആകർഷിക്കുന്നു എന്നുള്ളതോ ഒക്കെ അറിയാതിരുന്നൊരു കാലഘട്ടത്തിൽ ആ അറിവുകളായിരുന്നു പ്രധാനം. അത് കണ്ടെത്തിക്കഴിഞ്ഞാൽ ലോകത്തെ സംബന്ധിച്ചിട്ടുള്ള ജനറലായിട്ടുള്ള അറിവുകൾ നമ്മൾ നേടിക്കഴിഞ്ഞു. ഇനി ഓരോ ഫൈൻ ഡീറ്റെയിൽസിലേക്കും പോകുമ്പോൾ അവിടെ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള രീതിയിൽ ആണ്
നമ്മൾ പുതിയ പുതിയ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ നേരത്തെ പറഞ്ഞ സൂപ്പർ സ്പെഷ്യലൈസേഷൻ, ഹൈപ്പർ സ്പെഷ്യലൈസേഷൻ എന്നൊക്കെയുള്ള വാക്കുകൾ വരുന്നു. ഇനി മാത്രമല്ല, അന്നത്തെ കാലത്ത് പലപ്പോഴും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തികളുടെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് പല അറിവുകളും ജനറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ആ പഴയ കാലത്തെ ശാസ്ത്രജ്ഞരെല്ലാം മിക്കപ്പോഴും ഒറ്റയ്ക്ക് പ്രവർത്തിച്ചിരുന്നവരാണ്. ഈവൻ അത്ര പഴയ ആളൊന്നും അല്ലെങ്കിൽ പോലും ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പോലും കണ്ടെത്തലുകളുടെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം സ്വന്തം കൗതുകം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആലോചനയിലൂടെയും പഠനങ്ങളിലൂടെയുമാണ് കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നത്. ഐസക് ന്യൂട്ടൻ്റെയൊക്കെ കാലഘട്ടത്തിലൊക്കെ ജീവിച്ചിരുന്ന മിക്ക ശാസ്ത്രജ്ഞരെ നോക്കിക്കഴിഞ്ഞാൽ അവർ അത്യാവശ്യം വെൽ ഓഫ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് ഒന്നോ രണ്ടോ അസിസ്റ്റൻസ് ഉണ്ടായിരിക്കുമെങ്കിലും അവർ മിക്കപ്പോഴും ഒറ്റയ്ക്കാണ് ചെയ്തിട്ടുണ്ടാവുക. അവർക്ക് ഒരുപാട് വിഷയങ്ങളിൽ അറിവുള്ള ആളുകളായിരുന്നു. അവരാരും ശാസ്ത്രജ്ഞർ എന്ന ജോലി ചെയ്തിരുന്നവരല്ല. കാരണം അങ്ങനെ ഒരു പോസ്റ്റ് ഇല്ല. ഐസക് ന്യൂട്ടൺ ഫിസിക്സിൽ BScയോ MScയോ PhDയോ ഒന്നും ഉള്ള ആളല്ല. അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ അവകാശപ്പെടാനില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് വിവരമില്ലായിരുന്നു എന്നല്ലല്ലോ. ആ വ്യക്തിയുടെ കൗതുകവും ആ വ്യക്തി ഒരു കാര്യം പഠിക്കുന്നതിന് വേണ്ടി ചിലവാക്കിയ അധ്വാനവും മാനസിക അധ്വാനവും ഒക്കെ ആയിരിക്കണം അന്നത്തെ കണ്ടെത്തലുകളിലേക്ക് നയിച്ചത്. പക്ഷേ ഇന്ന് അങ്ങനെ ആ ലൈനിലുള്ള കണ്ടെത്തലുകൾ അസാധ്യമാണ്. മൈക്കൽ ഫാരഡെ ചെയ്ത തലത്തിലുള്ള ചെറിയ ചെറിയ പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തേണ്ട ഒന്നും ബാക്കിയില്ല, അവശേഷിച്ചിട്ടില്ല. അപ്പോൾ ഇനിയുള്ള വൈദ്യുതിയുടെ പിതാവിന് കണ്ടെത്താൻ ചെമ്പ് കമ്പിയും കാന്തവും മാത്രം മതിയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ഇലക്ട്രോ മാഗ്നറ്റിസത്തിലെ വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കണ്ടെത്തൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത്ര ലഘുവായിട്ടുള്ള സെറ്റപ്പ് പോരാ. ചിലപ്പോൾ കോടിക്കണക്കിന് ഡോളർ ചിലവ് വരുന്ന വളരെ ബൃഹത്തായ പരീക്ഷണ സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇന്നത്തെ പല ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റൂ. അത് ഒറ്റയ്ക്ക് സാധ്യമല്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഗവേഷണം വലിയ കൊളാബറേഷൻസ് ആയിട്ടാണ് നടക്കുന്നത്. ചില കണ്ടെത്തലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 100, 200, 300 ആയിരക്കണക്കിന് കൊളാബറേറ്റേഴ്സ് ചേർന്നായിരിക്കും. അതായത് ഒരു കണ്ടെത്തൽ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ ഓഥേഴ്സായിട്ട് അതിൻ്റെ ക്രെഡിറ്റ് പോകുന്നത് ഒരു വലിയ കൂട്ടം ആളുകൾക്ക് ഒരുമിച്ചാണ്. ഐസക് ന്യൂട്ടൺ എന്നോ ആൽബർട്ട് ഐൻസ്റ്റൈൻ എന്നോ ഒന്നും ഒരാളുടെ പേരിലേക്ക് ആരോപിക്കാൻ കഴിയുന്ന തലത്തിലല്ല ഇതൊന്നും നടക്കുന്നത്. ചിലവും അതുപോലെയാണ്. സ്വാഭാവികമായിട്ടും ഒരുപാട് ചിലവുള്ള ഗവേഷണങ്ങൾ നടത്തേണ്ടി വരുമ്പോൾ ഒരാൾക്കെന്ന് പോയിട്ട് ഒരു സ്ഥാപനത്തിനോ ഒരു രാജ്യത്തിനോ പോലും പല പരീക്ഷണങ്ങളും പല ഗവേഷണ പ്രവർത്തനങ്ങളും അഫോർഡ് ചെയ്യാൻ സാധിക്കില്ല. വലിയ തലത്തിലുള്ള ഇൻ്റർനാഷണൽ കൊളാബറേഷൻസ് ആയിട്ടാണ് ഇന്ന് ഗവേഷണങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് ഗവേഷകർ, ശാസ്ത്രജ്ഞർ എങ്ങനെ പ്രവർത്തിക്കുന്നു, ശാസ്ത്രജ്ഞർ എങ്ങനെ ശാസ്ത്രജ്ഞരാകുന്നു എന്നുള്ളതാണ്. ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു ഘടകം കൂടിയാണ് ഈ ശാസ്ത്ര ഗവേഷണം എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് ഒരു പുതിയ കണ്ടെത്തലുണ്ടാകുന്നത്. ഒരു ശാസ്ത്രജ്ഞനുണ്ടാകുന്ന ഘട്ടത്തിലുള്ള ഒരു സ്റ്റേജ് ഇവിടെയും ബാധകമാണ്. അത് ക്യൂരിയോസിറ്റിയാണ്. നിലവിലുള്ള അറിവിൽ ഒരു അൺസോൾവ്ഡ് പ്രോബ്ലം അല്ലെങ്കിൽ അറിവിലുള്ളൊരു വിടവ് നമ്മൾ കണ്ടെത്തുന്നു. ഈ പ്രോബ്ലം എങ്ങനെ പരിഹരിക്കാം? ഈ പ്രോബ്ലത്തിലേക്ക് എത്തുന്ന ഘട്ടം നമ്മൾ പറഞ്ഞു, അതിന് നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂ എന്നാണ് വിളിക്കുന്നത്. നിലവിലുള്ള ഒരു വിഷയത്തിലുള്ള ഉദാഹരണത്തിന് ഏറ്റവും മികച്ച രീതിയിൽ വൈദ്യുതി കടത്തിവിടുന്ന ഒരു പദാർത്ഥം ഞാൻ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിലവിൽ വൈദ്യുതി കടത്തിവിടാൻ നമ്മൾ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ മറ്റ് ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചിട്ടുള്ള സകല വിവരങ്ങളും എനിക്കറിയണം. എന്നാലേ എനിക്ക് നിലവിലുള്ളൊരു പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നിലവിലുള്ള ഗവേഷണങ്ങൾ മുഴുവൻ മനസ്സിരുത്തി വായിക്കുകയും അതിൽ നിന്നും ശരിക്കുള്ള പ്രശ്നം എവിടെയാണ് കിടക്കുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നിടത്താണ് ഈ ലിറ്ററേച്ചർ റിവ്യൂവും പ്രോബ്ലം ഫോർമുലേഷനും ഉണ്ടാകുന്നത്. ഇത് മാസങ്ങളെടുക്കുന്നൊരു പ്രക്രിയയാണ്. ഞാനൊരു ഗവേഷക വിദ്യാർത്ഥി അല്ലെങ്കിൽ ഗവേഷകനാണ് എന്ന് കരുതിക്കൊള്ളൂ. ഞാനിങ്ങനെ ഒരു പുതിയ പ്രശ്നം കണ്ടെത്തി. പക്ഷേ എനിക്കിതെങ്ങനെ പരിഹരിക്കാനുള്ള മാർഗം എൻ്റെ മുമ്പിലുണ്ടായിരിക്കും. പക്ഷേ അതിനെനിക്ക് ചില സന്നാഹങ്ങൾ വേണം. എനിക്ക് ചില പരീക്ഷണങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആ പരീക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള ലാബും അതിനാവശ്യമായിട്ടുള്ള പല എക്യുപ്മെൻറ്റും എനിക്ക് ആവശ്യമുണ്ട്. അതെനിക്ക് എങ്ങനെ കിട്ടും? അപ്പോൾ അതിന് ഈ ചെലവിന് ഞാനൊരു മാർഗം കണ്ടെത്തണം. ഇന്നത്തെ ഗവേഷണങ്ങൾ ഒട്ടുമിക്കത് നടക്കുന്നത് ഇങ്ങനെ ഗ്രാൻറ്റുകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ആശയം ഉണ്ടാകുന്നു, അതിന് അൺസോൾവ്ഡ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനുള്ള ഒരു മാർഗ്ഗമാണ് ആ ആശയം. അത് ഞാനൊരു റിസർച്ച് പ്രൊപ്പോസലാക്കി മാറ്റുന്നു. ഈ പ്രൊപ്പോസലുമായിട്ട് ഞാൻ ഏതെങ്കിലും ഒരു ഫണ്ടിങ് ഏജൻസിയെ സമീപിക്കുന്നു. അത് ചിലപ്പോൾ ഒരു പ്രൈവറ്റ് ഫണ്ടിങ് ഏജൻസി ആയിരിക്കാം, ഒരു കമ്പനി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു സയൻറ്റിഫിക് ബോഡി ആയിരിക്കാം. അങ്ങനെ പലതരത്തിലുള്ള ഫണ്ടിങ് ഏജൻസികൾ പല രാജ്യങ്ങളിലും പല രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും ഈ റിസർച്ച് ഗ്രാൻറ്റ് എന്ന് പറയുന്നത് ഒരു ആവശ്യമാണ്. അപ്പോൾ ആ ഗ്രാൻറ്റിൽ ഞാൻ ആവശ്യപ്പെടും, എനിക്ക് ഇന്നൊരു ആശയമുണ്ട്, ഇതിലൂടെ ഇന്ന ഗുണങ്ങൾ ഉണ്ടാകാനാണ് പോകുന്നത്, അതിങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. കാരണം ഈ ഗ്രാൻറ്റിനുള്ള പ്രൊപ്പോസൽ ഈ വിഷയത്തിൽ എക്സ്പെർട്ടീസ് ഉള്ള മറ്റ് ശാസ്ത്രജ്ഞരായിരിക്കും റിവ്യൂ ചെയ്യുന്നത്. അവരതിൻ്റെ
എൻ്റെ അവകാശവാദങ്ങളിൽ കഴമ്പുണ്ടെന്ന് തോന്നിയാൽ, അത് പ്രതീക്ഷ നൽകുന്ന ഒരു ആശയമാണെന്ന് തോന്നിയാലായിരിക്കും അവർ ഈ ഗ്രാൻഡ് എനിക്ക് തരുന്നത്. അപ്പോൾ ആ ഗ്രാൻഡിനുള്ളിൽ ചിലപ്പോൾ ഈ ഗവേഷണം നടത്തുന്നതിനാവശ്യമായിട്ടുള്ള ചിലവ്, അതിനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ചിലവ്, ചിലപ്പോൾ ഈ ഗവേഷണം നടത്തുന്നതിന് റിസർച്ച് അസിസ്റ്റൻറ്റിനെ നിയമിക്കേണ്ടതുണ്ടെങ്കിൽ അവർക്ക് പൈസ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ആ ചിലവ്, അങ്ങനെയുള്ള പല ഘടകങ്ങളും അതിനകത്തുണ്ടാകും. എന്തായാലും ഗ്രാൻഡ് കിട്ടുക എന്ന് പറയുന്നത് വളരെ മുഖ്യമായിട്ടുള്ളൊരു ഘട്ടമാണിതിൽ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഗ്രാൻഡ് കിട്ടി, കയ്യിൽ ചിലവിനുള്ള പണം കിട്ടുമെന്നുള്ളൊരു മാർഗം തുറന്നു കിട്ടിയാൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല, തുടങ്ങുന്നതേ ഉള്ളൂ. ഇനി ഇത് എക്സിക്യൂട്ട് ചെയ്യണം. അതായത് നിങ്ങളുടെ മുമ്പിൽ ഈ പരീക്ഷണങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ അതിനകത്ത് ഒബ്സർവേഷൻ ഉണ്ടാകാം, ചിലപ്പോൾ യാത്ര ചെയ്ത് എവിടെയെങ്കിലും ചെന്ന് സാമ്പിൾ കളക്ട് ചെയ്യേണ്ടത് ആവശ്യമുണ്ടാകാം. ഉദാഹരണത്തിന് അന്റാർട്ടിക്കയിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും, അല്ലെങ്കിൽ അവിടുന്ന് മാത്രം കിട്ടുന്നൊരു സാമ്പിൾ നിങ്ങളുടെ ഗവേഷണത്തിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി എടുക്കേണ്ടി വരും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യണം. ഇനി വളരെ സൂക്ഷ്മമായിട്ട് മാത്രം എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു പരീക്ഷണം ചിലപ്പോൾ നിങ്ങൾക്ക് നടത്തേണ്ടി വന്നേക്കാം. അപ്പോൾ ആ പരീക്ഷണം അവിടെ ചെയ്യണം. ചിലപ്പോൾ ഇത് മാസങ്ങളോ വർഷങ്ങളോ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയ ആയിരിക്കും. ചുമ്മാ ചാടി ഇറങ്ങി പരീക്ഷണം നടത്താൻ പറ്റില്ല. അതിൻ്റെ ഡേറ്റ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യണം. ഈ കിട്ടുന്ന ഡേറ്റകൾ പലതും മോശമായിരിക്കും. പരീക്ഷണങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നടക്കില്ല, പരാജയപ്പെടുകയും. ഒരു കണക്ക് പറയുന്നത് ശാസ്ത്രലോകത്ത് ഗവേഷണത്തിൻ്റെ ഭാഗമായി നടത്തുന്ന പരീക്ഷണങ്ങൾ 90% പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. 10% വിജയത്തിൽ നിന്നാണ് നമ്മൾ ഈ കാണുന്ന ഗവേഷണ ഫലങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത്. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ തന്നെ എനിക്ക് ഒരുപാട് ഇത്തരത്തിലുള്ള പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ വലിയ ഗവേഷണങ്ങൾ ഉൾപ്പെടുന്ന പരാജയങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അതൊന്നും പരാജയമൊന്നും വിളിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് 40 മണിക്കൂർ, മാസങ്ങളെടുത്ത് 40 മണിക്കൂർ കൊണ്ട് ഹൈ ടെമ്പറേച്ചറിൽ വെച്ചുണ്ടാക്കിയ ഒരു ചെറിയ മെറ്റീരിയലിൻ്റെ പീസ് അടുത്ത ഘട്ടത്തിൽ കത്തിപ്പോകുന്നത് കണ്ടിട്ട് ഞാനിങ്ങനെ വളരെ വിഷണനായിട്ട് നിന്നിട്ടുണ്ട്. അതൊക്കെ ചെറിയ ചെറിയ പരാജയങ്ങളാണ് ഈ ചരിത്രത്തിലെ. അപ്പോൾ ഈ പരീക്ഷണത്തിലൂടെ നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള ഡേറ്റ ഉണ്ടാക്കിയെടുക്കുക, ഇതിനെ അനലൈസ് ചെയ്യുക. ഇത് മാസങ്ങളോ വർഷങ്ങളോ എടുക്കുന്ന ഒരു ലോങ് പ്രോസസ്സാണ്. ഇനി അതിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടിയ ഡേറ്റ നമ്മൾ അനലൈസ് ചെയ്യുന്നു. അതിൽ നിന്നും പല പല ഡേറ്റയെ തമ്മിൽ താരതമ്യം ചെയ്ത് നമ്മൾ അതിൽ നിന്നും കൺക്ലൂഷൻസ് ഡിറൈവ് ചെയ്യാൻ ശ്രമിക്കുന്നു. നമ്മൾ എന്തെങ്കിലും പുതുതായിട്ട് കണ്ടെത്തിയിട്ടുണ്ടോ, നമ്മളുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ, നമ്മൾ പ്രതീക്ഷിച്ചത് എത്രത്തോളം കൃത്യമായി സംഭവിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ വശങ്ങളും നമ്മൾ അതിൽ നിന്നും അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നമ്മളൊരു റിസൾട്ടും അതിൻ്റെ ഡിസ്കഷനിലൂടെ ഒരു കൺക്ലൂഷനും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഇനി ഇത് നേരെ കൊണ്ടുവന്ന് പത്രത്തിൽ കൊടുത്തിട്ട് ഞാൻ ഇത് കണ്ടെത്തി എന്ന് അവകാശപ്പെട്ടാൽ ശാസ്ത്രലോകത്ത് പുല്ല് വിലയായിരിക്കും അതിന് കിട്ടാൻ പോകുന്നു. കാരണം ഇത് ഈ വിഷയത്തിൽ അറിവുള്ള ആളുകളെ കാണിച്ച് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിനുള്ളൊരു മാർഗമെന്ന് പറയുന്നത് റിസർച്ച് ഫൈൻഡിങ്സ് പബ്ലിഷ് ചെയ്യുന്നതിനുള്ള ജേണലുകൾ, ഗവേഷണ ജേണലുകളിൽ ഇത് പ്രസിദ്ധീകരിക്കപ്പെടണം. അങ്ങനെ ലോകം മുഴുവൻ ഇത് കാണുകയും വിലയിരുത്തുകയും ചെയ്യണം. എന്നാൽ മാത്രമേ അതിന് ക്രെഡിബിലിറ്റി ഉണ്ട് എന്ന് അവകാശപ്പെടാനെങ്കിലും നമുക്ക് പറ്റും. അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്നത്, ആദ്യം ഞാനിതിനെ ഒരു ഗവേഷണ പ്രബന്ധമാക്കി മാറ്റണം. അതിനെ എഴുതി ഉണ്ടാക്കണം. അതായത് വളരെ ഗംഭീരമായ എന്തോ കണ്ടെത്തൽ ഞാൻ നടത്തി, അത് ഞാൻ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അത് എങ്ങനെ എൻ്റെ ഗവേഷണത്തിൻ്റെ ചരിത്രം, ഞാൻ ഏത് ചോദ്യത്തിലാണ് തുടങ്ങിയത്, ഞാൻ എന്തൊക്കെ മാർഗ്ഗങ്ങളിലൂടെയാണ് ഇത് അന്വേഷിച്ചത്, ഞാൻ എന്തൊക്കെയാണ് കണ്ടെത്തിയത്, എന്തൊക്കെ വിവരങ്ങൾ എനിക്ക് കിട്ടി, അതിൻ്റെ അനാലിസിസ് ഞാൻ എങ്ങനെ നടത്തി, അതിലൂടെ ഞാൻ എന്ത് കൺക്ലൂഷനിലെത്തി, ഈ കാര്യങ്ങളെല്ലാം ഒരു നിയതമായ സ്ട്രക്ചറിൽ ഞാനൊരു ഗവേഷണ പ്രബന്ധമായിട്ട് എഴുതി ഉണ്ടാക്കണം. എന്നിട്ട് ഇതിനെ ഏതെങ്കിലും ഒരു ജേണലിലേക്ക്, ഞാൻ ഏത് വിഷയത്തിലാണോ, ജേണലുകൾ പലതരമുണ്ട്. ചില ജേണലുകൾ ചില പ്രത്യേക വിഷയത്തിൽ മാത്രം ഊന്നൽ കൊടുത്തുകൊണ്ടുള്ളതായിരിക്കും, ചിലത് പല വിഷയങ്ങളെയും കൈകാര്യം ചെയ്യുന്ന ജനറലായിട്ടുള്ള ജേണലുകളായിരിക്കും. അങ്ങനെ ഞാൻ എൻ്റെ ഗവേഷണ പ്രബന്ധത്തിൽ അതിന് എനിക്ക് എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ട്, അത് എത്രത്തോളം പ്രധാനപ്പെട്ട, എത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു ഫൈൻഡിങ് എന്നാണ് ഞാൻ കരുതുന്നത്, ഇത് ഏത് മേഖലയിലാണ് കൂടുതൽ യോജിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ളൊരു വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഞാനൊരു ജേണലിനെ തിരഞ്ഞെടുക്കുന്നത്. ആ ജേണലിലേക്ക് ഞാൻ ഈ ഗവേഷണ പ്രബന്ധം അയച്ചു കൊടുക്കും. അവിടെ ഒരു ഫസ്റ്റ് ലെവൽ സ്ക്രീനിങ് ഉണ്ടാകും. അതായത് ഡെസ്ക് എന്ന് പറയുന്ന ഭാഗത്ത് അവിടെ ഒരാൾ ഇത് എത്രത്തോളം ഗൗരവകരമാണ് എന്നത് വിലയിരുത്തൽ നടത്തി, അത് ഗൗരവകരമാണെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടാൽ അയാൾ അതിനെ അകത്തേക്ക് കൈമാറും. അല്ലെന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ റിജക്റ്റ് ചെയ്യപ്പെടും. പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്, അതായത് ഗവേഷണ മേഖലയിൽ നിൽക്കുന്ന പല ആളുകളും പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനെ എത്തുന്ന പല പല ജേണലുകളായിട്ട് പോകുന്ന ഗവേഷണ പ്രബന്ധങ്ങളിൽ 90% ഈ ഡെസ്കിൽ തന്നെ റിജക്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അകത്തേക്ക് പോകുന്നത് പിന്നെ സംഭവിക്കുന്നത്, ആ ജേണലിനൊരു എഡിറ്റർ ഉണ്ടാകും. ആ എഡിറ്റർ ഈ റിസർച്ച് ആർട്ടിക്കിളിനെ, ഈ ഗവേഷണ പ്രബന്ധത്തെ ഈ മേഖലയിൽ തന്നെ മുമ്പ് നിരവധി കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ശാസ്ത്രജ്ഞർക്ക് അയച്ചു കൊടുക്കും. ആ പ്രക്രിയ നമ്മൾ വിളിക്കുന്നത് പിയർ റിവ്യൂ എന്നാണ്.
ഈ മേഖലയിൽ നിൽക്കുന്ന പിയറുകളായിട്ടുള്ള ആളുകളുടെ റിവ്യൂവിനേക്ക് ഇത് അയച്ചു കൊടുക്കും. അപ്പോൾ അവർക്ക് ഈ മേഖലയിൽ നല്ല വൈദഗ്ധ്യമുള്ളവരായതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടി സൂക്ഷ്മമായിട്ടും ക്രിട്ടിക്കലായിട്ടും ഇതിനെ വിലയിരുത്താൻ സാധിക്കും. അപ്പോൾ അവരത് നോക്കിയതിന് ശേഷം ഇത് പബ്ലിഷബിൾ ആണോ, ഇത് പ്രസിദ്ധീകരിക്കാവുന്നതാണോ, ഇത് മികച്ച ഗവേഷണമാണോ, അതോ ഇതിൽ പോരായ്മകളുണ്ടോ, അങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ റിവ്യൂവർ കമൻസ് ഈ എഡിറ്റർക്ക് അയച്ചു കൊടുക്കും. എഡിറ്റർ ഈ റിവ്യൂവർ കമൻസ് ഈ ഗവേഷണ പ്രബന്ധം അയച്ച ആൾക്ക്, ഇവിടുത്തെ ഉദാഹരണത്തിൽ ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് റിവ്യൂവർ കമൻസ് തിരിച്ചു വരും. അതിൽ ചിലപ്പോൾ പറയുന്നത് റിജക്ഷൻ ആയിരിക്കും. ഇപ്പോൾ റിവ്യൂവേഴ്സ് പറയുകയാണ് അത് ഒരുപാട് പ്രശ്നങ്ങളുള്ളതാണ്, ഇതിൽ പറയുന്ന പല കാര്യങ്ങളും പരസ്പരം കോറിലേറ്റ് ചെയ്തേക്കുന്നത് ശരിയായിട്ടല്ല, അല്ലെങ്കിൽ ഇതിൻ്റെ രീതിശാസ്ത്രം, ഇതിൻ്റെ മെത്തഡോളജി പ്രശ്നങ്ങളുണ്ട്, ഞാൻ കൺക്ലൂഡ് ചെയ്തേക്കുന്നത് തെറ്റായ രീതിയിലാണ്, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ചിലപ്പോൾ അവർ ചൂണ്ടിക്കാണിച്ചേക്കാം. അതുകൊണ്ട് ഈ ഗവേഷണ ജേണൽ ഇത് പ്രസിദ്ധീകരണ യോഗ്യമല്ല എന്നായിരിക്കും അവർ വിലയിരുത്തുന്നത്. ചിലപ്പോൾ പറയുന്നത് ഇതിന് ചില പരിമിതികളുണ്ട്, ഇതിനെ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പ്രത്യേക പരീക്ഷണം കൂടി ചെയ്തു നോക്കണം, അതിൻ്റെ ഗവേഷണ ഫലം കൂടി കിട്ടിയാലേ ഇത് ഉറപ്പിക്കാൻ സാധിക്കൂ. അപ്പോൾ അതിനെ നമ്മൾ മേജർ റിവിഷൻ എന്നായിരിക്കും വിളിക്കുന്നത്. അത് റിവൈസ് ചെയ്തിട്ട് ഒന്നുകൂടി അയക്കാൻ ആവശ്യപ്പെടും. ചിലപ്പോൾ പറയുന്നത് മൈനർ റിവിഷൻസ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ ഗ്രാഫിന് പകരം മറ്റൊരു ഗ്രാഫ് വരച്ചാൽ കുറച്ചുകൂടി നന്നാകുമായിരുന്നു, എന്നാൽ അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് കുറച്ചുകൂടി പ്രസിദ്ധീകരണ യോഗ്യമാക്കാം, അങ്ങനെയുള്ള മൈനർ റിവിഷൻസ് ആയിരിക്കും. ചിലപ്പോൾ അത് വളരെ അസാധാരണമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്, വളരെ നല്ല ഗവേഷണ പ്രബന്ധമാണ്, ഇത് നമുക്ക് പ്രസിദ്ധീകരിക്കാം എന്ന് ഡയറക്റ്റായിട്ടുള്ള കമൻറ്റ് വന്നിരിക്കാം. എന്തായാലും ഈ ഒരു പ്രക്രിയയെ കടന്നല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗവേഷണം ലോകത്തെ അറിയിക്കാൻ സാധിക്കില്ല. ഇനി ഇത് പബ്ലിഷ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ റിജക്റ്റ് ചെയ്ത് കിട്ടുന്ന സാഹചര്യം വരുമ്പോൾ നമ്മളതിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തി നോക്കും, ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്ത് കുറച്ചുകൂടി നന്നായിട്ട് അത് എഴുതാൻ നോക്കും. എന്നിട്ട് അതേ ജേണൽ തന്നെയോ മറ്റൊരു ജേണലിലോ നമ്മൾ അയക്കും. അപ്പോൾ ആദ്യത്തെ ജേണലിൽ അംഗീകരിക്കപ്പെട്ടില്ല എങ്കിൽ പോലും രണ്ടാമത്തെ ഒരു ജേണൽ ഒരുപക്ഷെ അത് അംഗീകരിക്കപ്പെട്ടേക്കാം, അങ്ങനെ ഇത് പ്രസിദ്ധീകരിക്കപ്പെടും. അപ്പോൾ നിങ്ങളൊരു റിസർച്ച് ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തു എന്ന് പറയും. അതൊരു ഘട്ടമാണ്. അതും അവിടെ അവസാനിക്കുന്നില്ല. പബ്ലിഷ് ചെയ്യുമ്പോൾ ഇനി ലോകത്ത് എല്ലാവർക്കും അത് വായിക്കാം, ഈ മേഖലയിൽ നിൽക്കുന്നില്ല. അതുവരെ റിവ്യൂവേഴ്സിന് എഡിറ്റർ മാത്രമേ അത് വായിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഇനി അത് വെളിയിൽ ഓപ്പണായി കിട്ടുകയാണ്. ഈ മേഖലയിലുള്ള ഒരുപാട് ഗവേഷകർ നിങ്ങളുടെ ഗവേഷണ പ്രബന്ധത്തെയും വായിക്കും. കാരണം അവരുടെ ഗവേഷണത്തിന് സഹായകരമാകും എന്ന പ്രതീക്ഷയിലാണ്. ചിലപ്പോൾ അവരിൽ ആരെങ്കിലും നിങ്ങളുടെ ഗവേഷണ പ്രബന്ധത്തിൽ പ്രശ്നം കണ്ടെത്തിയാൽ അവർക്കത് റിപ്പോർട്ട് ചെയ്യാം. റിവ്യൂവേഴ്സിൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത ഗുരുതരമായിട്ടുള്ള പല പ്രശ്നങ്ങളും പിന്നീട് ഇങ്ങനെ വായിക്കുന്ന ആളുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ചിലപ്പോൾ ആ ഗവേഷണ പ്രബന്ധം റീട്രാക്ട് ചെയ്തൊന്നും വരാം. അത് അത്ര അസാധാരണമൊന്നുമല്ല ശാസ്ത്രലോകത്ത്. പറഞ്ഞു വരുന്നത്, ഇത് ആർക്കും എന്തും എഴുതി ശാസ്ത്രജ്ഞരാകുക എന്നൊരു സാഹചര്യം ഇല്ല എന്നതിൻ്റെ തെളിവാണ്. നിങ്ങൾക്ക് ലോകത്തിന് മുമ്പിൽ അത് അവതരിപ്പിക്കുകയും അവിടെ നിന്നുള്ള വിമർശനങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടി വരികയും ചെയ്യുക എന്നൊരു ബാധ്യത അവിടെ ഉണ്ട്. അത് തുടർച്ചയായിട്ട് ചെയ്ത് ആ വെല്ലുവിളി സദാ നേരിട്ട് കൊണ്ട് വേണം ഒരാൾ ശാസ്ത്രജ്ഞയോ ആയിട്ട് ഈ ലോകത്ത് നിൽക്കാൻ. ഇനി നിങ്ങൾ ഇത്തരത്തിലൊരു ഗവേഷകനാണ് എന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ വർഷങ്ങൾ ചെലവഴിച്ച് പരീക്ഷണങ്ങൾ നടത്തി, നിരീക്ഷണങ്ങൾ നടത്തി, ഇങ്ങനെ റിജക്ഷനും റിവിഷനും ഒക്കെ നടത്തി നിങ്ങൾ പേപ്പർ പ്രസിദ്ധീകരിക്കുന്നു, നിങ്ങൾ റിസർച്ച് ആർട്ടിക്കിൾ പ്രസിദ്ധീകരിക്കുന്നു. അതൊരു നിർണായകമായ കണ്ടെത്തലായിരുന്നു. പക്ഷേ ഫേസ്ബുക്കിൽ ഇരുന്ന് ഏതോ ഒരു വിദ്വാൻ പറയുകയാണ് ഇതിലൊന്നും ഒരു കാര്യമില്ല. അയാളുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണ്ട, പക്ഷേ അയാൾ കമൻറ്റ് പറയുന്ന രീതിയിൽ അതുണ്ട്. നിങ്ങൾ എത്ര വർഷങ്ങളുടെ ഫലമായിട്ട് കണ്ടെത്തിയതായിരിക്കും, എന്തൊക്കെ തടസ്സങ്ങളെ നേരിട്ടുകൊണ്ടായിരിക്കും നിങ്ങൾ ആ കണ്ടെത്തലിലേക്ക് എത്തിയത്. പല കണ്ടെത്തലുകളും പിന്നെയും പല ഭാഗത്തു നിന്നും പല ആളുകളും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ മെഡിക്കൽ സയൻസിലൊക്കെ വരുന്ന പല ഗവേഷണങ്ങളും മറ്റു പലരും ഇത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് നോക്കും. ഈ പറയുന്ന ഫലങ്ങളൊക്കെ ഇതുപോലെ നടക്കുന്നുണ്ടോ? അങ്ങനെ ഒരുപക്ഷെ ആയിരക്കണക്കിന് മനുഷ്യരുടെ ഒരുപാട് മണിക്കൂറുകളുടെയും ദിവസങ്ങളുടെയും വർഷങ്ങളുടെയും അധ്വാനത്തിൻ്റെ ഫലമായിട്ടായിരിക്കും ഒരു ഗവേഷണ ഫലം പുറത്തു വരുന്നത്. ഇപ്പോൾ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് നമ്മൾ സിനിമയ്ക്ക് മുമ്പിൽ എഴുതി കാണിക്കുന്നത് കാണുമ്പോൾ അത് ലാഘവത്തോടു കൂടി കാണരുത്. അത് പെട്ടെന്നൊരു ദിവസം ഇരുട്ടി വെളുത്തപ്പോൾ ഒരാൾ കണ്ടെത്തിയതല്ല. അതിന് പിന്നിൽ വർഷങ്ങളുടെ ഒരുപാട് നൂറുകണക്കിന് മനുഷ്യരുടെ അധ്വാനമുണ്ട്. അത് അസന്നിഗ്ധമായിട്ട് ശാസ്ത്രലോകത്തിന് തെളിയിക്കപ്പെട്ട് കിട്ടുന്നത് ഓവർനൈറ്റ് അല്ല എന്നാണ്. അപ്പോൾ എല്ലാ അറിവുകളും ഇങ്ങനെ ബുദ്ധിമുട്ടി ഉണ്ടാക്കപ്പെട്ടവയാണ്. അപ്പോൾ സയൻറ്റിഫിക്കായിട്ടുള്ള അറിവുകൾ അങ്ങനെയേ ഉണ്ടാകൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും അങ്ങനെ കണ്ടെത്തപ്പെട്ടേക്കാം. നിങ്ങളുടെ ധാരണകൾക്ക് യോജിക്കാത്തത്, നിങ്ങളുടെ വിശ്വാസങ്ങൾക്ക് യോജിക്കാത്തത്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എഴുതിത്തള്ളാൻ തോന്നുമായിരിക്കും.
പക്ഷേ അങ്ങനെ എഴുതിത്തള്ളാവുന്നത്ര ബലമല്ല ശാസ്ത്ര ഗവേഷണങ്ങളിലൂടെ ഉണ്ടാകുന്ന ഗവേഷണ ഫലങ്ങൾക്ക് എന്ന് നമ്മളെല്ലാവരും ഓർത്തിരിക്കേണ്ടതുണ്ട്. അപ്പോൾ സയൻറ്റിസ്റ്റോ സയൻറ്റിഫിക് ഫൈൻഡിങ്ങോ ഓവർ ദ നൈറ്റ് ഉണ്ടാകുന്നതല്ല. അതുകൊണ്ടാണ് സയൻറ്റിസ്റ്റുകൾക്കും സയൻസിന് വേണ്ടി വാദിക്കുന്നവർക്കും സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇത്ര കോൺഫിഡൻസ്. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം.